ഈ മുഴുവൻ ചക്രത്തിലും ഏറ്റവും ശുഭകരമായ സമയം ഇതാണ്. ബാബ തൻ്റെ മധുരമുള്ള മക്കളെ മുഖാമുഖം കാണാൻ വരുന്നു. ബാബയിൽ നിന്ന് നേരിട്ടുള്ള അറിവ് കേൾക്കാൻ വേണ്ടി കുട്ടികൾക്ക് മധുരമായ ആഗ്രഹമുള്ളതിനാൽ ബാബ തൻ്റെ കുട്ടികളെ മുഖാമുഖം കാണാൻ വരുന്നത് ഇവിടെയാണ്. സാകാർ ബാബയിലൂടെ ദൈവത്തിൻ്റെ നേരിട്ടുള്ള അറിവുകൾ കേൾക്കാനുള്ള മധുരമായ ആഗ്രഹം ഡൽഹിയിലെ കുട്ടികൾക്കുണ്ടായിരുന്നു. അവരെല്ലാവരും ബാബയ്ക്ക് കത്തെഴുതി അദ്ദേഹത്തോട് ഡൽഹി സന്ദർശിക്കാനും കുറച്ചു ദിവസം തങ്ങളോടൊപ്പം താമസിക്കാനും അവർ ആവശ്യപ്പെട്ടു. ആ ദിവസങ്ങളിൽ ഡൽഹിയിലെ രജൗരി ഉദ്യാനത്തിനടുത്തുള്ള കേന്ദ്രത്തിൽ ഇന്ത്യൻ സൈന്യത്തിലെ മേജർ ദൈവികമായ അറിവ് എടുക്കാൻ വേണ്ടി വരാറുണ്ടായിരുന്നു. ബാബയുടെ വാക്കുകളിൽ വിശ്വാസം വളർന്ന അദ്ദേഹം കത്തുകൾ എഴുതുകയും ബ്രഹ്മബാബയെ ഡൽഹി സേവനത്തിനായി ക്ഷണിക്കുകയും ചെയ്തു. കുട്ടികളുടെ മധുരമായ ഈ വിളികൾ കേട്ട് ബ്രഹ്മബാബ പറഞ്ഞു, ഞാൻ ശിവബാബയുടെ സന്താനമാണ്. ബാബ എന്നെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നിടത്തെല്ലാം ഞാൻ പോകുന്നു. ബാബ് ദാദ ഡൽഹിയിലേക്ക് പോകാനുള്ള ക്ഷണം സ്വീകരിച്ചു. ഇത് ഒരു അതുല്യ യാത്രയായിരിക്കുമെന്നും ബാബ സൂചിപ്പിച്ചു. ഈ യാത്രയുടെ രഹസ്യം സമയമാകുമ്പോൾ വെളിവാക്കപ്പെടും എന്നും അദ്ദേഹം പറഞ്ഞു. സൈന്യത്തിലുണ്ടായിരുന്ന മേജർക്ക് ബാബ് ദാദയെ സേവിക്കണമെന്ന ശുദ്ധമായ ഭാവന ഉണ്ടായിരുന്നു. അവർ ഡൽഹിയിലെത്തിയപ്പോൾ തൻ്റെ വലിയ വീട് സേവനത്തിനായി ഉപയോഗിക്കാമെന്ന് മേജർ വാഗ്ദാനം ചെയ്തു. ഏകദേശം 1500 പേർക്ക് ഇരിക്കാൻ പാകത്തിൽ ആ ഗ്രൗണ്ട് വലുതായിരുന്നു. വീടിനു ചുറ്റുമുള്ള അന്തരീക്ഷം വളരെ ശാന്തമായിരുന്നു. നഗരത്തിൽ നിന്ന് അകലെയായിരുന്നു. ഈ സ്ഥലം ബാബയ്ക്ക് തൻ്റെ മക്കളെ സേവിക്കാൻ വളരെ അനുയോജ്യമായിരുന്നു. രാവിലെ മുതൽ തന്നെ ബാബയെ കാണാൻ നഗരത്തിൽ നിന്ന് ധാരാളം കുട്ടികൾ വന്നു തുടങ്ങി. എത്രയോ ആത്മാക്കൾ പ്രായമായ അമ്മമാരോട് ചോദിക്കാൻ തുടങ്ങി, നിങ്ങൾ എന്തിനാണ് ഇത്ര രാവിലെ എഴുന്നേറ്റ് ഈ തണുപ്പിൽ ഇവിടെ വരുന്നത്? നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ ശ്രദ്ധിക്കണം. അത് കേട്ട് അമ്മമാർ പറയും, ഞങ്ങൾക്ക് വയസ്സായി എന്ന് ആരാണ് പറഞ്ഞത്? ഞാൻ ബാബയുടെ വളരെ പ്രായം കുറഞ്ഞ പെൺകുട്ടിയാണ്. ഈ ശരീരത്തിലേക്ക് നോക്കരുത്, ഈ ശരീരം ഓടിക്കുന്നവനെ നോക്കുക. മറുവശത്ത് പലരും ചെറിയ കുട്ടികളോട് ചോദിക്കും, നിങ്ങളൊരു കുട്ടിയാണ്, ഇവിടെ വരാൻ ഇത്ര നേരത്തെ എഴുന്നേൽക്കേണ്ടതില്ല. ഇത് കേട്ടാലും നിങ്ങൾക്ക് ഒന്നും മനസ്സിലാകുമെന്നും തോന്നുന്നില്ല. ഇത് കേട്ട് കുട്ടികൾ പറഞ്ഞു, നിങ്ങളോട് ആരാണ് ഞങ്ങൾ ചെറുപ്പമാണ് എന്ന് പറഞ്ഞത്? ഞങ്ങളെല്ലാം ഏകദേശം വിരമിക്കുന്ന പ്രായത്തിലാണുള്ളത്. ഇപ്രകാരമാണ് എല്ലാ കുട്ടികളും അവരുടെ ചിന്തകളിൽ ഉറച്ചു നിൽക്കുകയും യജ്ഞത്തോട് സ്നേഹത്തോടെ സത്യസന്ധത പുലർത്തുകയും ചെയ്തത്. സുരക്ഷയ്ക്കും പരിശോധനകൾക്കുമായി മേജർ സൈനിക ഉദ്യോഗസ്ഥരെ ദിവസേന വീട്ടിലേക്ക് അയക്കുമായിരുന്നു. എല്ലാ ദിവസവും അവരെ കാണുമ്പോൾ ബാബ തൻ്റെ ക്ലാസുകളിൽ ഫിസിക്കൽ ആർമിയെക്കുറിച്ച് ധാരാളം പരാമർശം തുടങ്ങി. ഒരു ഭൗതിക സൈന്യം യുദ്ധത്തിനിറങ്ങുമ്പോൾ അവരെല്ലാം
ഗീതയിൽ നിന്നുള്ള ഈ വരികൾ പറയാറുണ്ട്: അല്ലയോ അർജുന, ഈ യുദ്ധക്കളത്തിൽ പോരാടുമ്പോൾ ശരീരം ഉപേക്ഷിച്ചാൽ താങ്കൾ സ്വർഗത്തിലേക്ക് പോകും എന്ന്. എന്നാൽ ശിവബാബയിൽ നിന്ന് വിശുദ്ധിയുടെയും സമാധാനത്തിൻ്റെയും അനന്തരാവകാശം സ്വീകരിക്കാതെ ആർക്കും സ്വർഗത്തിൽ പോകാനാവില്ല എന്ന് ബാബ വ്യക്തമാക്കി കൊടുത്തു. എന്നാൽ ശിവബാബയുടെ സ്മരണയിൽ ആ ഭൗതിക സേനകൾ യുദ്ധഭൂമിയിൽ പോരാടിയാൽ അപ്പോൾ അവർക്ക് സ്വർഗത്തിലേക്ക് പോകാൻ കഴിയും. കാരണം അവരുടെ അവസാന നിമിഷങ്ങളാണ് അവരെ ലക്ഷ്യസ്ഥാനത്തേക്ക് നയിക്കുന്നത്. ബാബ ആ ഭൗതിക സേനയോട് പറയുമായിരുന്നു, അവർ യുദ്ധക്കളത്തിലായിരിക്കുമ്പോൾ സദാ സജ്ജരും നിർഭയരും ആകുന്നതിൻ്റെ സംസ്കാരം അവർക്ക് ഉണ്ട്. അവർ തൻ്റെ ജീവിതത്തെക്കുറിച്ച് ആലോചിക്കാതെ പോരാടുന്നുണ്ട്. ഈ ആത്മാക്കൾ ദൈവികമായ അറിവ് സമ്പാദിച്ച് അവരുടെ പഞ്ചവികാരങ്ങളുമായി യുദ്ധം ചെയ്യാൻ പഠിക്കുകയാണെങ്കിൽ വളരെ ഉയർന്ന പദവി അവർക്ക് വളരെ എളുപ്പത്തിൽ ലഭിക്കും. ആ ദിവസങ്ങളിൽ ശിവരാത്രി ദിനത്തെ ദേശീയ അവധിയിൽ നിന്ന് ഒഴിവാക്കുമെന്ന് ഡൽഹിയിൽ പ്രഖ്യാപിച്ചു. ഇത് കേട്ട ബാബ, ശിവരാത്രി കുറഞ്ഞത് 3 മുതൽ 7 ദിവസമെങ്കിലും സംസ്ഥാന ചടങ്ങായി ആഘോഷിക്കണമെന്ന് മുരളിയിലൂടെ പറഞ്ഞു. ഈ വിഷയത്തിൽ സർക്കാരിന് ഒരു കത്തെഴുതാൻ ബാബ എല്ലാ കുട്ടികളോടും പറഞ്ഞു. അതിനുവേണ്ടി ഒരു അധ്യാപകനെന്ന നിലയിൽ ബാബ ഓരോ കുട്ടിയെയും വീട്ടിലെത്തി അവരുടെ ഗൃഹപാഠമായി ഒരു കത്ത് തയ്യാറാക്കണമെന്ന് ക്ലാസ്സിൽ പ്രഖ്യാപിച്ചു. ബാബയുടെ ഉത്തരവാദിത്വങ്ങളും ബാബയുടെ ഔന്നത്യവും എത്രത്തോളം മഹത്തരമാണ് എന്ന് മനനം ചെയ്യാൻ ഈ കാര്യം കുട്ടികളെ സഹായിച്ചു. പിന്നീട് ആ കത്തുകളിൽ നിന്ന് ഏറ്റവും മികച്ചതിനെ ബ്രഹ്മബാബ തിരഞ്ഞെടുത്തു. കുറച്ച് പ്രൂഫ് റീഡിങ്ങിന് ശേഷം കുട്ടികളുടെ എല്ലാം ഒപ്പുകൾ ശേഖരിച്ച് അത് സർക്കാരിന് അയച്ചു കൊടുത്തു. ഇതുകൂടാതെ ലോകത്തിൻ്റെ ഏറ്റവും ഉയർന്ന സേവകനായ ശിവബാബയുടെ പേരിൽ തപാൽ സ്റ്റാമ്പ് നിർമ്മിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഫിലാറ്റലിക് ഡിപ്പാർട്ട്മെൻറ്റിലേക്കും ബ്രഹ്മബാബ കത്തുകൾ അയച്ചു. ശിവരാത്രി കാലത്ത് ശിവ ഇൻട്രൊഡക്ഷൻ കോൺഫറൻസ് എന്ന പേരിൽ ഒരു സമ്മേളനം സംഘടിപ്പിക്കാൻ ബാബ കുട്ടികളെ പ്രചോദിപ്പിച്ചു. എല്ലാ വലിയ രാഷ്ട്രീയ നേതാക്കളെയും മതനേതാക്കളെയും ഈ സമ്മേളനത്തിലേക്ക് ക്ഷണിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. പരമാത്മാവായ ശിവബാബയുടെ ആമുഖം ചർച്ച ചെയ്യുക എന്നതായിരുന്നു ഈ സമ്മേളനത്തിൻ്റെ ലക്ഷ്യം. അഭിഭാഷകരെയും ജഡ്ജിമാരെയും മറ്റു മന്ത്രിമാരെയും ഈ സമ്മേളനത്തെ വിലയിരുത്തുന്നതിനും അവസാനം അവരുടെ പക്ഷപാതരഹിതമായ അഭിപ്രായം പറയുകയും വേണം എന്ന ആവശ്യത്തോടെ ക്ഷണിച്ചു. അങ്ങനെയാണ് ശിവരാത്രി ആഘോഷിച്ചത്.